റോളൻ ഗാരോസിലെ ചുവന്ന മണ്ണിൽ റഫേൽ നദാലിനോളം അവകാശമുള്ള മറ്റാരുണ്ട്? അവിടെ ഒരു മെഡൽ നേട്ടത്തോടെ ടെന്നീസ് കോർട്ടിനോട് വിട പറയാൻ നദാൽ ആഗ്രഹിച്ചു കാണില്ലേ? പാരീസ് ഒളിമ്പിക്സിനായി അയാൾ കാത്തിരുന്നത് അങ്ങനൊരു സ്വപ്നം മനസ്സിൽ വെച്ചല്ലേ? മോഹം എന്തായാലും വെറും കൈയോടെ മടങ്ങുകയാണ് കളിമണ്ണിന്റെ രാജാവ്. പാരീസിലെ കളിമൺ കോർട്ടിൽ നിന്നാണ് കരിയറിലെ 22 ഗ്രാൻഡ് സ്ലാമുകളിൽ 14 നദാൽ സ്വന്തമാക്കിയത്. 2005 കരിയറിലെ ആദ്യ ഗ്രാൻഡ് സ്ലാമിൽ തുടങ്ങുന്നു ഫ്രഞ്ച് ഓപ്പൺ ജൈത്രയാത്ര. 2022 അവസാനത്തേത്. പിന്നീട് ഒരു മേജർ കിരീടത്തിൽ മുത്തമിടാൻ നദാലിനായിട്ടില്ല. പരുക്ക് തകർത്ത അവസാന വർഷങ്ങളിൽ തിരിച്ചു കോർട്ടിലെത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ 38-കാരൻ. പഴയ പ്രതാപത്തിന്റെ നിഴൽ പോലുമില്ലാത്ത പ്രകടനത്തിനിടയിലും വിരമിക്കൽ ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായ ഉത്തരം നൽകിയില്ല. 2008 സിംഗിൾസിലും 2016 ഡബിൾസിലും സ്വർണം നേടിയ നദാലിന്റെ ഒളിമ്പിക് റെക്കോർഡും മികച്ചതാണ്. പാരീസ് ഒളിമ്പിക്സിലെ സിംഗിൾസ് പോരിൽ ദ്യോക്കോവിച്ചിനോട് തോറ്റുപുറത്തായ നദാലിന്റെ പ്രതീക്ഷ അൽക്കാരസുമായി ചേർന്നുള്ള ഡബിൾസ് പോരാട്ടമായിരുന്നു. എന്നാൽ 2 സെറ്റ് പോരാട്ടത്തിൽ അമേരിക്കൻ സഖ്യത്തോട് തോറ്റ് നദാൽ കരസ് ജോഡി ക്വാർട്ടറിൽ പുറത്തായി. ഒരു കളി തോറ്റു മടങ്ങുന്ന ലാഘവത്തോടെ ആയിരുന്നില്ല മത്സരശേഷം നദാലിന്റെ യാത്ര പറച്ചിൽ. ആ മുഖം നിരാശാഭരിതമായിരുന്നു. കാണികളോടാകെ കൈവീശി യാത്ര പറഞ്ഞൊരു വിടവാങ്ങൽ. ശേഷം അയാൾ ഇങ്ങനെ പറഞ്ഞു: ഫിലിപ്പ് കാട്രിയ കോർട്ടിൽ ഇതെന്റെ അവസാന മത്സരമായിരുന്നു. ചിലപ്പോൾ അറിയില്ല. ആരോഗ്യവും അഭിലാഷവും ഉള്ളിടത്തോളം ടെന്നീസ് തുടരുമെന്ന നദാലിന്റെ വാക്കുകൾ ആരാധകർക്ക് പ്രതീക്ഷയാണ്. പക്ഷേ ആ ഹൃദയം ഏറ്റവും ആഴത്തിൽ വേരുറപ്പിച്ച പാരീസിലെ കളിമൺ കോർട്ടിൽ ഇനിയൊരു അംഗമുണ്ടാവില്ലെന്ന് അവർ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. ICL Finco, the intelligent choice.